Hey everyone, welcome back to my channel. ഇന്ന് ആക്ച്വലി ഏർലി മോർണിംഗ് സ്റ്റഡി വ്ളോഗാണ്. കുറച്ച് ദിവസമായിട്ട് നേരത്തെ തന്നെയാണ് എണീക്കുന്നത്. ഞാൻ റീസണൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ആക്ച്വലി പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രി 3 ചാപ്റ്റേഴ്സ് എനിക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ഞാൻ ഓൾറെഡി പഠിച്ചാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു യൂട്യൂബ് ക്ലാസ്സും കൂടി കാണാമെന്ന് വിചാരിച്ചു. അതിനാണ് ഞാൻ എഫോർ ഷീറ്റ് യൂസ് ചെയ്തത്. പിന്നെ യൂട്യൂബ് ക്ലാസ് എന്തായാലും എല്ലാ ഡീറ്റെയിൽ ലൈക്ക് ഒരു സമ്മറി പോലെ ആയിരിക്കും പറയുക, ചാപ്റ്റർ റിവിഷൻ പോലെ. അപ്പം ഞാൻ അതും ഒന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. ഇൻ കേസ് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് രണ്ടും ഉപയോഗിച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അതായത് നമ്മൾ നോട്ട് ഓഫ് കോഴ്സ് നോക്കിയിട്ടാണ് പഠിക്കുക. പക്ഷേ നമുക്കിപ്പോൾ എക്സാം ഹോളിലേക്ക് പോകുമ്പോൾ ആ നോട്ടുമായിട്ട് പോവുക അത്രയ്ക്കും നമുക്ക് പറ്റില്ല. നമുക്ക് എന്താ പറയുക, ഷോർട്ട് നോട്ട്സ് ആണ് ഏറ്റവും ഹെൽപ്ഫുൾ. സോ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ മുന്നേ പഠിച്ചതൊക്കെ മറന്നു പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് ഈ ഒരു ക്ലാസ് കേട്ടാൽ എനിക്കൊരു കംപ്ലീറ്റ് ആയിട്ട് എന്തൊക്കെയാണ് പഠിച്ചത്, എന്തൊക്കെ എവിടെ പഠിക്കണം എന്നൊക്കെ ഒന്ന് മനസ്സിലാവും. സോ അതുകൊണ്ട് കൂടിയാണ് ഞാൻ റിവിഷൻ ക്ലാസ് കണ്ടതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 6:30 ആയപ്പോൾ ഞാൻ പഠിക്കാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ക്ലാസ് കണ്ടാൽ മാത്രം പോരല്ലോ. സോ ക്ലാസ് കണ്ട ആ ഒരു ഇത് വെച്ചിട്ടും പിന്നെ നോട്ട്സൊക്കെ നോക്കി ഞാൻ എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹിയേഴ്സ് ദ റീസൺ വൈ ഐ ആം വേക്കപ്പിംഗ് ഏർലി. എന്താ വെച്ചാൽ എനിക്ക് കുറച്ചധികം ബാക്ക്ലോഗ്സ് ഉണ്ട്. അപ്പോൾ എക്സാമാണ് നമുക്ക് വരുന്നത് നെക്സ്റ്റ് വീക്ക്. സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ പഠിക്കണം. ഇപ്പോഴേ പഠിച്ചാലേ അപ്പോൾ റിവിഷൻ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. സോ ഞങ്ങൾ സ്കൂളിൽ തന്നെ നല്ല രീതിക്ക് ടീച്ചേഴ്സ് പറയുന്നുണ്ട്, ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്സ് പുതിയ ചാപ്റ്റർ എടുക്കാതെ നിങ്ങൾ എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചു വരാനാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര വലിയ ഹെൽപ്ഫുള്ളാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ചാപ്റ്റേഴ്സ് ഇങ്ങനെ പഠിക്കും. അതിനുശേഷം മിസ്സ് ക്ലാസ്സിൽ പോയിട്ട് ഒരു ടെസ്റ്റ് പോലെ എടുക്കും. ആൻഡ് ദാറ്റ് ഇസ് സോ ഗ്രേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആ കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നത്. ഇനി എനിക്ക് ഫിസിക്സും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ കെമിസ്ട്രി ഒരു സൈഡാക്കിയിട്ട് വേണം ഇനി ഫിസിക്സിലോട്ട് കിടക്കാൻ. ഫിസിക്സ്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം അങ്ങനെ മൂന്നും എനിക്ക് പഠിക്കാനുണ്ട്. ലൈക്ക് പ്ലസ് വൺ പോലെയല്ല, പ്ലസ് ടുത്തെ മലയാളം കുറച്ച് ഡിഫിക്കൽട്ടാണ്. കുറച്ച് കാര്യമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ലൈക്ക് കഥകളൊന്നും അല്ല അധികം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്ത് നമ്മൾ മീനിങ് ഒക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കാനുള്ളതുണ്ട്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ സാറ്റർഡേ ആണ് പഠിക്കുന്നത്. ആൻഡ് എനിക്ക് സൺഡേയും കൂടി റിവിഷൻ ചെയ്താൽ മാത്രമേ ഇത് തലയിൽ നിൽക്കുള്ളൂ. ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ എക്സാം ഡേ വരെ ഇത് ഡെയിലി ഈ 3 ചാപ്റ്റേഴ്സ്, 3 അല്ല 4 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്ത് പോകാമെന്നാണ്. ബാക്കി ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്ത് പോകുമെന്നാണ്. അല്ലെങ്കിൽ മറന്നു പോകും, നല്ല പണിയും കിട്ടും. കാരണം ഒരു ദിവസം കൊണ്ടാണ് ഞാൻ 2 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഓഫ്കോഴ്സ് വേഗം മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ 9 മണിയാകുമ്പോഴാണ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തത് ഞാനൊരു 11 o'clock സ്റ്റാർട്ട് ചെയ്തത്. 11 to 1:30 വരെയായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതും വേറൊരു ചാപ്റ്റർ ആയിരുന്നു. ഞാൻ ഇത് ഇലക്ട്രോ കെമിസ്ട്രി ആയിരുന്നു എനിക്ക് തോന്നുന്നത്. ഞാൻ ഇലക്ട്രോ കെമിസ്ട്രി ക്ലാസ്സസും കണ്ടു. ക്ലാസ് കണ്ടതിന് ശേഷമാണ് പഠിക്കാനിരുന്നത്. ക്ലാസ് കണ്ടത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് പഠിക്കുന്ന എടുത്തിട്ടുള്ളൂ. പിന്നെ DNF ബ്ലോക്ക് എലമെൻറ്റ്സ് അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ചാപ്റ്റർ. പക്ഷേ ഈ ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്റർ വാസ് റിയലി ഗുഡ്. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്റർ. 10th ഇങ്ങനത്തെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ആൻഡ് ഇറ്റ് വാസ് മൈ ഫേവറേറ്റ് ചാപ്റ്റർ. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കാൻ വേണ്ടിയിട്ട്. ലൈക്ക് മടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഒന്നുമില്ല. ചെറിയൊരു ചാപ്റ്ററാണ്, സോ വേഗം പഠിക്കാം. ഇനി എനിക്ക് പഠിക്കാനുള്ളത് കെമിക്കൽ കൈനറ്റിക്സ് ആണ്. അത് അതിലും ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്, കുറച്ചേ പഠിക്കാനുള്ളൂ. അപ്പോൾ അതും കൂടി ക്ലാസ്സസ് ഒക്കെ ഒന്ന് കണ്ടിട്ട്, അത് എന്തായാലും എനിക്ക് പറ്റുന്നില്ല, നാളെ ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പഠിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓണം പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ കമൻസിൽ. അപ്പോൾ ദിസ് ഇസ് മൈ ഓണം പ്രിപ്പറേഷൻ. ഞാൻ ഇവിടേക്ക് എത്തിയിട്ടേ ഉള്ളൂ. കെമിസ്ട്രി ഒരു സൈഡായിട്ടുണ്ട്. ഇനി ഫിസിക്സ് ആണ് എനിക്ക് നല്ല രീതിക്ക് പഠിക്കാനുണ്ട്. ഫിസിക്സ് ഞാൻ നല്ല ബാക്കിലാണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്ത് തന്നെയാണ് എനിക്ക് ഫിസിക്സ് പഠിക്കേണ്ടി വരിക. ഇനിയിപ്പോൾ കലോത്സവം ആയതുകൊണ്ട് തന്നെ കുറേ ലീവുകളുണ്ടാവും. സോ അതൊക്കെ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളും അതേപോലെ തന്നെ ചെയ്ത് വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. പ്ലസ് ടു നല്ല ടഫാണ്. നിങ്ങൾ സയൻസ് ആണോ കൊമേഴ്സ് ആണോ എടുത്തെങ്കിലും പ്ലസ് ടു നല്ല ടഫാണ്. ആക്ച്വലി ഞാൻ പ്ലസ് വണ്ണിനെക്കാട്ടും നല്ല രീതിക്ക് എഫേർട്ടും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കൊടുത്തുള്ള ക്ലാസ്സാണ് പ്ലസ് ടു. കാരണം നല്ല രീതിക്ക് പഠിക്കാനുണ്ട്. പിന്നെ എനിക്കൊരു ലൈക്ക് ഒരു ഇതുണ്ട്, എനിക്കൊരു ഗോളുണ്ട്. സോ അതിന് വേണ്ടി എനിക്ക് എത്തണമെങ്കിൽ നന്നായി പഠിക്കണം. സോ ഞാൻ പിന്നെ ഒരു വൈകുന്നേരം ഒരു 4 മണി സംതിങ് ആയപ്പോൾ ഈ ഒരു ന്യൂട്ടെല്ല വാങ്ങിച്ചിട്ടുണ്ട്. അത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണമല്ലോ, വെറുതെ വെച്ചിട്ട് കാര്യമില്ല. എനിക്ക് വെറുതെ കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെഡ് കൂടെ ഉണ്ട്. സോ ഞാനിങ്ങനെ ഓരോ റെസിപ്പി, നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും കണ്ടിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ എനിക്കിങ്ങനെ ഉണ്ടാക്കണം, വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബിലൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ബ്രെഡ് നല്ല രീതിക്ക് പരത്തി ഇങ്ങനെ തിന്നാക്കുക, അതിനുശേഷം അതിൽ ന്യൂട്ടെല്ല ആഡ് ചെയ്യുക, എന്നിട്ട് റോൾ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ അങ്ങനെ ചെയ്തു. ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എൻ്റെ കുറച്ച് കലാവിരുത് ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ റോൾ ചെയ്ത് എല്ലാം ഞാൻ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം ഒരു എഗ്ഗ്, മിൽക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെനില എസൻസ് ആഡ് ചെയ്യാം. ആ എഗ്ഗിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ആ ന്യൂട്ടെല്ലേൻ്റെ ആ സംഭവം ബ്രെഡ് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട്
ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്രൈ ചെയ്താൽ മതി, എണ്ണയിലിട്ടിട്ടല്ല, ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ആൻഡ് ഇറ്റ് ഈസ് റിയലി ഗുഡ്. ഞാൻ ഇതിലേക്ക് ഷുഗർ കാരമലൈസ് ചെയ്തിട്ട്, കാരമലൈസ് അല്ല, ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്രഞ്ചിനെസ്സും ഉണ്ടായിരുന്നു, അത് അത്രയൊരു തിളക്കം. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. അതിനുശേഷം രാത്രി ഞാൻ ബാക്കി ഇലക്ട്രോ കെമിസ്ട്രിയും കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം പിന്നെ എനിക്ക് നല്ല മടിയായി, അപ്പോൾ ഞാൻ വൈകുന്നേരം അവിടെ ഇവിടെയൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ രാത്രി നല്ല രീതിക്ക് തന്നെ ഫോക്കസ്ഡ് ആയിട്ട് ഞാൻ ഇരുന്ന് പഠിച്ചു. ആൻഡ് ഐ കംപ്ലീറ്റഡ് ദാറ്റ് ചാപ്റ്റർ. ഇനി അടുത്ത ദിവസമാണ് ബാക്കി പഠിക്കാൻ പോകുന്നത്. സാധാരണ രാത്രി പഠിക്കുന്ന ഒരാളെ അല്ല ഞാൻ, പക്ഷേ എക്സാം ആയതുകൊണ്ടും പിന്നെ ഞാൻ 12th എത്തിയതുകൊണ്ടും കൂടി എനിക്ക് പഠിക്കാതെ വേറെ വഴിയില്ല. പിന്നെ എന്താ വെച്ചാൽ ശരിക്കും ലൈക്ക് 1 മണിക്കൂർ ഉണ്ടെങ്കിൽ പോലും പഠിക്കാത്ത ആളാണ് ഞാൻ. ലൈക്ക് 1 മണിക്കൂറല്ലേ ഉള്ളൂ, അത് ഞാൻ ഫോൺ നോക്കും, 2 മണിക്കൂറൊക്കെ വേണ്ടേ പഠിക്കാൻ എന്ന് ചിന്തിക്കുന്ന ഒരാളും കൂടി ആയിരുന്നു ഞാൻ. ആൻഡ് ഐ ചേഞ്ച്ഡ് എ ലോട്ട് ബിക്കോസ് ഓഫ് മൈ മദർ ടു. അമ്മ എപ്പോഴും എന്നോട് പറയും പഠിച്ചോ അല്ലെങ്കിൽ നല്ല പണി കിട്ടുമെന്ന്. സോ അമ്മേൻ്റെ ആ ഇറിറ്റേഷൻ കാരണം ഞാൻ പിന്നെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പഠിക്കുന്ന അത്ര ബോറിംഗ് ആയിട്ടുള്ള കാര്യമല്ല, വലിയ രസമില്ല എന്നാലും അത്ര ബോറിംഗ് അല്ല എന്ന്. പിന്നെ എക്സാം ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പേപ്പറിൽ എഴുതണമെങ്കിൽ നമ്മൾ പഠിക്കണം. ഒരു 9 മണിയാകുമ്പോഴത്തേക്കും ഫുൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ ഇൻ ദ വീഡിയോ. ടിൽ ദെൻ ബൈ.